welcome back to KJ Diaries. Okay, അപ്പോൾ നമ്മളൊരു വീക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോവാണ്. എത്ര കണ്ടും സെറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല, സ്റ്റിൽ നമ്മളെടുക്കും. ഓക്കെ, സോ ഇപ്പോൾ ഏകദേശം 1 മണിയായി. രാവിലെ 1 മണിയല്ല കേട്ടോ, ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയുള്ള പരിപാടികളാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ മുടിയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല, രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് ഒന്ന് ബണ്ണാക്കി, അത്രയേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യത്തെ പണി, ഫുഡ് കഴിച്ചിട്ട് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ റൂം ഒന്ന് വൃത്തിയാക്കണം. ഓക്കെ, ഒരു സാഹസികമായ ഒരു കാര്യം ചെയ്തതാണ്, പക്ഷെ ഫ്ലോപ്പായി പോയി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയില്ലേ എനിക്ക് വട്ടം അടിക്കും. അതുകൊണ്ട് നമുക്ക് ക്ലീൻ ആക്കാം. ഇവിടെയൊക്കെ ക്ലീൻ ആക്കണം, ഇതൊക്കെ എടുത്ത് വെക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അതിന് ശേഷം ബോർഡർ ഇട്ടു. A4 ഷീറ്റ്സിലൊക്കെ ബോർഡർ ഇട്ടു. കാണിച്ചു തരാം. അത്യാവശ്യം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു, കാരണം എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്. ബോർഡർ ഇട്ടു. പിന്നെ ആ പണി തീർന്നു, ബോർഡർ ഇടുന്ന വർക്കൊക്കെ തീർന്നു. ഇനി നമുക്ക് 2 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഡാറ്റ അതിലേക്ക് ഫില്ല് ചെയ്യണം. ഐ മീൻ വർക്ക് ചെയ്യണം, അതിൻ്റെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 1:36 ആയി, ഇനി കുറച്ചും കൂടെ ടൈമുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കും. അതിന് ശേഷം 2 o'clock ആകുമ്പോൾ എൻ്റെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ 2 o'clock ആയി, ഞാൻ എഴുതാൻ പോവാണ്. ആൻഡ് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ, ഫസ്റ്റ് പാട്ട്, കാരണം ഞാൻ ഫോൺ നോക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നോക്കി എഴുതാൻ പോകുന്നത്, ഫോൺ. ഞാൻ ഇവിടെ വെള്ളമൊക്കെയാണ്, ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വാട്ടർ ഈസ് മുഖ്യ ബിഗിലേ. ഓക്കെ, വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. ഞാൻ അവിടെ സ്പീക്കറൊക്കെയാണ്, ഞാൻ സ്പീക്കർ വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുകയൊക്കെ ആയിരുന്നു. ആൻഡ് ഞാനിപ്പോൾ പണിയിലോട്ട് കിടക്കുകയാണ്. 1 മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ഇനിയിപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പിന്നില്ലേ ഗൈസ്, ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇപ്പോൾ 2 മണിയായി, ഉച്ചയാണ്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മൂടി പൊടിച്ച് കിടന്നുറങ്ങാനൊക്കെ തോന്നും. പക്ഷെ നമുക്ക് എയിമുണ്ട്, കംപ്ലീറ്റ് ചെയ്യണം. സോ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മളിപ്പോൾ 1 പേജ് കംപ്ലീറ്റ് ആക്കി. ഓണത്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്, ഫെസ്റ്റിവൽസിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. കേരള ആൻഡ് ഹിമാചൽ പ്രദേശിൻ്റെ കമ്പാരിസൺ ആണ്. ഫെസ്റ്റിവൽസാണ് എനിക്ക് കിട്ടിയ ടോപ്പിക്. അപ്പം ഞാൻ കാണിച്ചു തരാം. 1 പേജ് ഇപ്പോൾ എഴുതി കഴിഞ്ഞു, അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 പേപ്പർ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി ഇതാ ഇത്രയും ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് ഏകദേശം 1/2 hour കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റു, അവിടുന്ന് കുറച്ച് നേരം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം ബ്രേക്ക് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഏകദേശം 5 പേപ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 5 പേപ്പേഴ്സും കൂടെ കഴിഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞു. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് കൂർഗിനെ കുറിച്ചിട്ടാണ്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ ബ്രേക്ക് എടുക്കാൻ പോവാം. അപ്പോൾ ഗൈസ് ഞാൻ സോഷ്യൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, കാണിച്ചു തരാം. പ്രോജക്റ്റ്സ് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി എനിക്കുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പിന്നെ റെസ്റ്റ് എടുക്കുക, പിന്നെ നെക്സ്റ്റ് പ്രോജക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇനി ഇംഗ്ലീഷ് പ്രൊജക്റ്റാണ്. ഇംഗ്ലീഷ് പ്രൊജക്റ്റ് കൂർഗാണ് സബ്ജക്റ്റ്, കൂർഗ്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യണം. അതാണ് ഈ റെസ്റ്റ് ടൈമിൽ ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ ഈ ബ്രേക്കിൽ ഞാൻ എന്തെങ്കിലും തിന്നാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം. ഇന്ന് വളരെ കുറച്ചാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ കുറ്റിയിട്ടേക്കാണ്. ട്രൈപോഡ് സ്റ്റാൻഡ് ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഞാൻ കൈ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കേ,
അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. ചോക്കോസ് ഉണ്ട് കഴിക്കാൻ. പക്ഷെ ചോക്കോസ് കഴിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അമ്മ ഇന്നലെ എന്തോ പേടാക്കി വെച്ചിട്ടുണ്ട്, അതെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കും. ഇതാണ് അമ്മ ഇന്നലെ ഉണ്ടാക്കിയ സ്വീറ്റ്. രസമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡെഡ് ലൈൻ ഉണ്ടായ 2 പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടോ. അതായത് സോഷ്യലും പിന്നെ ഇംഗ്ലീഷും കൂർഗും ഫെസ്റ്റിവൽസും ആയിരുന്നു. ഇനി നമുക്ക് ആകെ പെൻഡിങ് ഈ വർഷത്തിൽ ഇനി ആകെ പെൻഡിങ് ഉള്ളത് മലയാളം മാത്രമാണ്. അത് ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നില്ല, കാരണം 6:30 എനിക്ക് പഠിക്കാനിരിക്കണം. ഇപ്പോൾ ഏകദേശം 5:30 ആയി. അപ്പോൾ എനിക്കിനി കുളിക്കണം, കുറച്ച് കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതിനിടയ്ക്ക് ഞാൻ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. നമ്മുടെ ചായേൻ്റെ കപ്പൊക്കെ ഇരിപ്പുണ്ട്. ചായ കുടിച്ച് അതിനെണീറ്റില്ല. ചായ കുടിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഹെയർ സ്റ്റൈലൊക്കെ മാറിയത്. സോ ഇനിയും കുറച്ച് നേരം പുറത്ത് പോകണം. പുറത്ത് പോയി കുറച്ച് നേരം പ്രകൃതി രമണീയം ഇതാക്കണം. പിന്നെ കുറച്ച് നഖം വെട്ടാനുണ്ട്. മറ്റേ വാട്ടർ കളറുള്ള നഖത്തിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. സോ നമുക്ക് പുറത്ത് പോകാം. അപ്പോൾ നമുക്ക് ചായ കുടിച്ച ഗ്ലാസ്സൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുപോയിക്കണം. ഇപ്പോൾ വെയിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടില്ലേ, അതുകൊണ്ടാണ് ഫേസിലിരിക്കണത്, ഷെയ്ഡ് അടിക്കണേ. അപ്പോൾ ഞാനിനിയിപ്പോൾ പോയിട്ട് ഗ്ലാസ് കൊണ്ടുപോയി വെച്ച് കഴുകണം. പപ്പ വന്നെന്ന് തോന്നുന്നു. പപ്പ വന്നോ നോക്കണം. അപ്പോൾ നമുക്ക് പോവാം. പപ്പ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുളിക്കാൻ പോവാണ്. പുറത്ത് കുളിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കണം. ഇവിടെ ടേബിളൊന്ന് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. ചെറുതായിട്ട് എനിക്ക് കഫമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ചില സമയത്ത് ഇങ്ങനെ ക്രാക്കാവുന്നത്. സോ ഞാൻ വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുക എപ്പോഴും അങ്ങനെ വെള്ളം കുടിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് കാണിച്ചു തരാം. ഇന്നെനിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത്ര പറ്റും. പിന്നെ എനിക്കിനി നഖം മുറിക്കണം. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയുള്ള പരിപാടികളായിരുന്നു. നഖം മുറിക്കട്ടെ. അപ്പോൾ നമ്മൾ നഖമൊക്കെ മുറിച്ചിട്ടാവതാ ഈ കൈത്ത് വെച്ചു. ഇവിടെ യെല്ലോ കളർ ഷെയ്ഡ് ഉള്ളതെന്ന് വെച്ചാൽ, ഈ യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ കളർ വെച്ച് കളിച്ചില്ലേ രാവിലെ, അതിൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ നഖമൊക്കെ മുറിച്ച് ഇനി പോയിട്ട് ഹീറ്റർ ഓൺ ആക്കണം കുളിക്കാൻ വേണ്ടിയിട്ട്. അതുവരെ ഇനി എഡിറ്റ് ചെയ്യണം. ഇത്രയും നേരം ഷൂട്ട് ചെയ്തതൊക്കെ അതിന് ശേഷം ബാക്കി. ഞാൻ ഹാഫ് ആൻഡ് ഹാഫ് എഡിറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇടുന്നത് കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടി എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പണിയായിരിക്കും. ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, എഡിറ്റ് ചെയ്യട്ടെ. അപ്പോഴേക്ക് വെള്ളം ചൂടാവും. ഒരു 5 മിനിറ്റ് മതിയാവും. പിന്നെ ഗോയ്സ്, നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് റൂമിൽ. അത് കാണിച്ചു തരാം. ഇതൊരു കുപ്പിയാണ്. ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. എനിക്കിങ്ങനെ ചെടി എൻ്റെ റൂമിൽ ഇവിടെ ഫുള്ള് ചെടിയായിരുന്നു. പക്ഷേ അത് പപ്പ എടുത്തിട്ട് അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചേക്കുവാണ്. റൂമിൽ ചെടി വെക്കാൻ പാടില്ല, അതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒന്നേ ഉള്ളൂ. സോ കുളിക്കാൻ ടൈമായിട്ടില്ല. ഹീറ്റർ ഓണാക്കി. അപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത്. അതുകൊണ്ടാ പറഞ്ഞേ. പിന്നെന്താ, എഡിറ്റ് ചെയ്യട്ടെ. ഇനി എഡിറ്റ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ഞാൻ എഡിറ്റൊക്കെ ചെയ്തു. ഇത്രയും നേരം ചെയ്ത വീഡിയോസിൻ്റെ പാർട്ട് എഡിറ്റ് ചെയ്തു കേട്ടോ. ഇനി എനിക്ക് വെള്ളം ചൂടായിട്ടില്ല. ഇപ്പോൾ അത്ര 2 മിനിറ്റ് എത്ര എടുത്തോളൂ. ഞാൻ നേരത്തെ പാർട്ടായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് എണ്ണ തേക്കണം. ഞാൻ ഈ മുട്ടിലൊക്കെ എണ്ണ തേക്കും. അപ്പോൾ എണ്ണ തേക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഈ എണ്ണയാണ് മുട്ടിലും കാൽമുട്ടിലൊക്കെ തേക്കുന്നത് കേട്ടോ. ഹിമാലയൻ്റെ ബേബി ഓയിലാണ് തേക്കാറ്. അപ്പോൾ ഇതാ എണ്ണയൊക്കെ തേച്ചു. ഇനി എനിക്ക് കൈയൊന്ന് വൈപ്പ് ചെയ്യണം. വൈപ്സ് യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യണം. പിന്നെ ഫേസ് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് വൈപ്പ് ചെയ്യും കേട്ടോ. വൈപ്സ് ഉപയോഗിച്ചിട്ട്. അപ്പം വൈപ്സ് ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫേസൊക്കെ വൈപ്പ് ചെയ്തു. ഇന്നെൻ്റെ ഹെയർ വാഷിംഗ് ഡേ അല്ല, അതുകൊണ്ട് ഞാനിന്ന്
മുടി കുളിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ മുടി കുളിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് കുളിക്കുന്നതിന് മുമ്പ് ഒന്ന് മുടി ബ്രഷ് ചെയ്യണം. സോ ബ്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മുടിയൊക്കെ ബണ്ണാക്കി കെട്ടി വെച്ചു, ചെടയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് വെള്ളം തുറന്നിട്ടു കേട്ടോ. വെള്ളം തുറന്നിട്ട് നിറയുമ്പോൾ പറ്റി കുളിക്കണം. സ്നാനസ്യ സും സും സും. ഓക്കെ, അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ഗൂസ്, ഞാൻ കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ട്രൈപോഡിൻ്റെ റിംഗ് ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത്ര ലൈറ്റ് വരുന്നത്. സോ ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞാൻ കമ്മലൊക്കെ ഇട്ടു കേട്ടോ. രാവിലെ ഞാൻ കമ്മലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം മൂക്കടയുന്നുണ്ട്. ഇനി വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചതിന് ശേഷം ഇലക്ട്രിസിറ്റീൻ്റെ ചാപ്റ്റർ ചെയ്യണ്ടേ. ഇന്നലത്തെ ബാക്കി പെൻഡിങ് ഉണ്ടെന്ന് അറിയില്ല, അത് ചെയ്യാൻ പോവാണ്. അതിന് ശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് ചെയ്തു, അതായത് ഇലക്ട്രിസിറ്റീൻ്റെ ഇത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞു. 10 questions കഴിഞ്ഞു. ഇനി 4 more കഴിഞ്ഞാൽ കഴിഞ്ഞു. ശേഷം കിടക്കണോ എന്നൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഞാൻ എന്തായാലും ഇംഗ്ലീഷ് ഒന്ന് ജസ്റ്റ് വായിച്ചു കൊടുക്കും. കാരണം നാളെ എനിക്ക് ഇംഗ്ലീഷ് സബ് ഉണ്ട്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കിട്ടും. സോ നമ്മൾ ബി റെഡി അപ്പോഴും. ഓക്കെ, അതിന് ശേഷം പറ്റുവാണെങ്കിൽ ഞാൻ നൈറ്റ് സ്കിൻ കെയർ കാണിക്കാൻ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് സ്റ്റെപ്പ് മാത്രം. സോ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഞാൻ വെറുതെ പുറത്ത് പോയപ്പോൾ വെറുതെ എടുത്തതാണ്. അപ്പം നമുക്ക് നമ്മുടെ നൈറ്റ് സ്കിൻ കുട്ടി റൂട്ടീനിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ആദ്യം തന്നെ മുടി ഒന്ന് ബ്രഷ് ചെയ്യും. നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്യണം. ആ മെസ്സേജ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. അത്യാവശ്യം ചെടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കും. സ്കിൻ കെയർ ആണ്. സ്കിൻ കെയറിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ വാട്ടർ വെച്ച് മുഖം നല്ലോണം വാഷ് ചെയ്യും. അതിന് മുമ്പ് ജസ്റ്റ് ഒരു വൈപ്പ് എടുത്തിട്ട് വൈപ്പ് ചെയ്യും. അങ്ങനെ വൈപ്പൊക്കെ ചെയ്തു, ഫേസൊക്കെ വാഷ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം. പട്ടിഷോ സ്കിൻ കെയർ റൂട്ടീനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അത് ഇപ്പം ഞാൻ കുടിച്ചു തീർക്കാൻ ബോട്ടിലായത്. വെള്ളം ഫുള്ള് കുടിച്ച്
ചെന്നീൻ്റെ എടുത്ത് വെക്കണം. കാരണം നൈറ്റ് എനിക്ക് വെള്ളം കുടിക്കുന്ന രീതിയിലുണ്ട്. ചില സമയം ഞാൻ നെറ്റ് എണീക്കും. അത് കുഞ്ഞിലെ എങ്ങനെയാണെന്ന് അമ്മ പറയുന്നത്. ഞാൻ ചെറുതുകൊണ്ട് കുഞ്ഞിൽ ജനിച്ചപ്പോൾ തൊട്ടേ നെട്ടൽ കുറച്ച് കൂടുതലാണത്. അപ്പോഴും ചെറുതുകൊണ്ട് നെറ്റ് എണീക്കും. അപ്പം ഞാൻ വെള്ളം എടുത്തേക്കിണ്ട് കുക്കാൻ. ഹേ ഗൂയ്സ്, അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞു. ഇംഗ്ലീഷ് വായിച്ചു. പിന്നെ ഇലക്ട്രിസിറ്റി ആ 4 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആക്കി. ഇനി ഈ ക്യൂട്ട് മെസ്സായ എൻ്റെ ക്യൂട്ട് ടേബിൾ എനിക്ക് വൃത്തിയാക്കണം. അതിന് ശേഷം ബുക്സൊക്കെ എടുത്ത് വെക്കണം. സോ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് നാളത്തെ ലോണ്ട്രി, അതായത് വാഷ് ചെയ്യേണ്ട ക്ലോത്ത്സ് എടുത്ത് പുറത്ത് വെക്കണം. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി കാര്യം പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തു. ഹാഫേ ഫില്ല് ചെയ്തു. ലോണ്ട്രി ഒക്കെ അമ്മൻ്റെ അവിടെ കൊണ്ട് വെച്ചു. അത് അമ്മ രാവിലെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകും. പിന്നെ ഡ്രസ്സ് ഞാൻ ഷോർട്ട്സ് എടുത്തിട്ടു. ഞാൻ നൈറ്റ് പൈജാമ വെയർ ചെയ്യാറുണ്ട് നൈറ്റ് ചില സമയത്തൊക്കെ. ഇനി എന്താ, പല്ല് തേച്ചു. പല്ല് തേക്കാറുണ്ട് കേട്ടോ. പല്ല് തേച്ചു. പിന്നെന്താ, ഇനിയിപ്പോൾ കുറച്ച് നേരം ഫോൺ നോക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിടന്നുറങ്ങും. പിന്നെ നാളെ രാവിലെ എത്ര മണിക്ക് എണീക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ 7:30 അലാം വെക്കുന്നുണ്ട്. ഞാൻ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല, ഞാനൊരു നൈറ്റ് ഔളാണ്. അതുകൊണ്ട് മോർണിംഗ് എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റ് കുറച്ച് ഒരു 2-3 വരെയൊക്കെ ഇരിക്കും. സോ ഇന്ന് എനിക്കിപ്പോൾ ഫ്രീ ആണ്. 2 days നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഓർക്കും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഇൻ എ വീക്ക് ഫസ്റ്റ് ഡേ ആണ്. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിങ് അമർത്തുക. പിന്നെ അത്രയൊക്കെ തന്നെ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ പിന്നെ എന്താ, നാളത്തെ ഡേ ഇൻ മൈ ലൈഫ് 2 നാളെ ഷൂട്ട് ചെയ്യും. ഇത് ഞാൻ ഈവനിങ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, പൊളിമാൻ.